അങ്ങനെ മക്കളെ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ, വീക്കെൻഡ് ഡേയിലെ. അപ്പോൾ ഒരു 4:30 ഒക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. പക്ഷേ എങ്ങടാ പോകണമെന്ന് ഒരു പ്ലാനും ഇല്ല കേട്ടോ. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ തീരുമാനിച്ച് ഷാർജയിൽ ഒരു റെയിൻ ഷോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് തന്നെ പ്ലാനാക്കി. കാരണം നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് ഈ ഒരു റെയിൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ സന്തോഷം നമുക്ക് വേറെ ഒന്നുമില്ല. അങ്ങനെ ഷാർജയിലെ സവായ വോക്കിൽ നമ്മളിവിടെ എത്തി. ഈ കാണുന്ന ലൈൻ കമ്പി പോലെയുള്ള ഈ ഒരു ലൈൻ വയർ പോലെയുള്ളത്, അതിൽ നിന്നാണ് നമ്മൾ മഴ പെയ്യിക്കുന്നത്. നമ്മളല്ല, അവരാണ് മഴ പെയ്യിക്കുന്നത് കേട്ടോ. അത് നമ്മളവിടെ എത്തി ജസ്റ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. നല്ല അടിപൊളി വൈബാണ് ഇവിടെ എത്തിയപ്പോൾ കേട്ടോ കിട്ടിയത്. അങ്ങനെ നമ്മൾ വരുമ്പോൾ അവിടെ ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേശ്ശെ ജനങ്ങൾ ഇങ്ങനെ വന്ന് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്രൗഡൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ 5 മണിക്കാണ് റെയിൻ ഷോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് നമുക്ക് ഓൾറെഡി അറിയായിരുന്നു ടൈമിങ്. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന് അവസാനം ഇതാ മഴ എത്തിയിട്ടുണ്ട്. മഴ മാത്രമല്ല കേട്ടോ, ഇടിമിന്നൊക്കെ കൂടെ ഉണ്ട്. അതെല്ലാം ആർട്ടിഫിഷ്യലാണെങ്കിലും നമ്മുടെ മനസ്സിലൊരു സന്തോഷമുള്ള സമയമായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കുടയുള്ളവരൊക്കെ കുട എടുത്തിട്ടുണ്ട്. ചെറിയവരെന്നോ വലിയവരെന്നോ ഒരു വ്യത്യാസമില്ലാതെയാണ് കേട്ടോ എല്ലാവരും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല എല്ലാവരുടെ മുഖത്ത് നമുക്കൊരു ചിരിയും ഒരു പുഞ്ചിരി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സംഭവം നമുക്ക് കാണാമായിരുന്നു. അങ്ങനെ തിമിർത്ത് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മഴ. അടിപൊളി മഴ കണ്ടോ. കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്, ഈവൻ വലിയവരും. ഒരു 10-15 മിനിറ്റ് മാക്സിമം ഉണ്ടാവുള്ളൂ കേട്ടോ ഈ മഴ. നല്ല ഇടിയും മിന്നും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാരിഫോൾ കയറി എന്തെങ്കിലുമൊക്കെ സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടുത്തെ എൻജോയ്മെൻറ്റ് കഴിഞ്ഞ് മനസ്സിന് കുറച്ചൊരു ഈ ചൂടത്തൊരു ആശ്വാസം കിട്ടിയതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഒരു ഡെൻ്റൽ ക്ലിനിക്കിലേക്കാണ്. അതങ്ങനെ പ്രത്യേകിച്ച് എടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് മോളെ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെൻ്റൽ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം അവിടുത്തെ ഇൻറ്റീരിയർ ഡിസൈൻ തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി ഹൈജീനിക്കാണ്. പിന്നെ ഇൻറ്റീരിയർ ഡിസൈൻ പിന്നെ പറയാതിരിക്കാൻ വയ്യ. ഓരോ ഭാഗത്തും ഒരു വെറൈറ്റി ഇൻറ്റീരിയർ ഡിസൈനാണ് ഞാൻ കണ്ടത് കേട്ടോ. അതുകൊണ്ട് വീഡിയോ എടുത്തത് മാത്രം. ഡോക്ടറെയോ ട്രീറ്റ്മെൻറ്റോ ഞാനൊന്നും കാണിക്കുന്നില്ല. ഇതാണ് മെയിൽ വെയിറ്റിംഗ് ഏരിയ കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ് ഇവിടെ. ഇത് ഫീമെയിൽ വെയിറ്റിംഗ് ഏരിയ. ലൈക്ക് ഒരു പാലസ് പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ നമുക്ക് കുടിക്കാൻ ജ്യൂസും അങ്ങനെ പലതും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫീമെയിൽ വെയിറ്റിംഗ് ഏരിയ. നല്ല അടിപൊളി ഹൈജീനിക്കാണ്. അടിപൊളി ട്രീറ്റ്മെൻറ്റാണ് അവർ തരുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാണ്ട് വീഡിയോ എടുത്തത് മാത്രം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ബായ്.